അതായത് ഫാൻസുകൾ തമ്മിലുള്ള വളരെ വൈരാഗ്യപൂർണമായിട്ടുള്ള ചില മേഖലകളിലേക്ക് നമ്മുടെ ഈ ഫുട്ബോൾ ലോകകപ്പ് മാറിക്കഴിഞ്ഞിരുന്നോ എന്നൊരു സംശയം. പക്ഷെ ആ സംശയത്തിനപ്പുറത്തേക്ക് ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു വൈരാഗ്യം മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മുടെ ഈ ഒരു ലോകകപ്പ് അവസാനിച്ചതിന് ശേഷം ഞാൻ അർജൻറ്റീന ആരാധകനാണെന്ന് അറിയുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കൾ, അതായത് നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന ചില സുഹൃത്തുക്കളൊക്കെ വിളിച്ച് ഒരുപാട്, അതായത് അവർക്കൊക്കെ മെസ്സിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ മെസ്സിയുടെ ഫാനാണ് അല്ലെങ്കിൽ അർജൻറ്റീനയുടെ ഫാനാണെങ്കിൽ പോലും ബ്രസീലിനെ നമുക്ക് വെറുപ്പില്ല, അല്ലെങ്കിൽ ബ്രസീലിനോട് നമുക്ക് വെറുക്കേണ്ട ഒരു കാര്യമില്ല. പോർച്ചുഗലിനോടും ഫ്രാൻസിനോടും നമുക്ക് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കേണ്ടതില്ല. അതായത് റൊണാൾഡോ, നെയ്മർ, അവരുടെ കരച്ചിൽ കാണുമ്പോൾ അവർ പരാജയപ്പെട്ട് അവരുടെ ആ പുൽമൈതാനത്തിരുന്ന് അവർ കരയുന്ന കാഴ്ച കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ലെജൻസാണ്, ഫുട്ബോൾ ഇതിഹാസങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികളിലൊക്കെ റൊണാൾഡോ, നെയ്മർ, മെസ്സിയൊക്കെ എത്രമാത്രം ആരാധന സൃഷ്ടിച്ചു. അവർ അതുവഴി ഫുട്ബോളിനെ സ്നേഹിക്കാൻ പഠിച്ചു. മാനവികത, ഫുട്ബോളിൻ്റെ ഒരു കൂട്ടായ്മയുണ്ടല്ലോ, ഫുട്ബോളിൻ്റെ ഒരു മാനവികതയുണ്ട്, ആ കൂട്ടായ്മയെ ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഇത്തരം ആളുകൾ ആരാധനയിലൂടെ ഫുട്ബോളിനെയും ഫുട്ബോളിലൂടെയുള്ള നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരുമകളെയും കൂടി കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരാധകർ തമ്മിലാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത്. അതും താൽക്കാലികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നെയ്മറിൻ്റെ കരച്ചിലും റൊണാൾഡോയുടെ വിഷമവും മെസ്സിയുടെ കരച്ചിലും നമുക്ക് ഒരുപോലെയാണ്. അത് ഫുട്ബോളിൻ്റെ ജയപരാജയത്തിലുണ്ടാകുന്ന താൽക്കാലികമായ പ്രതിഭാസം മാത്രമാണ്.